അതീഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അതീഷ് ഇവിടെ നിന്ന് പരിചയപ്പെടാം. ഹായ് അതീഷ്. ഹലോ. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. ഒരു പുതിയൊരു കാർ വാങ്ങാനായിട്ടുള്ള ഒരു ആഗ്രഹമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എന്തുകൊണ്ട് നിനക്ക് ഇപ്പോഴൊരു ഇലക്ട്രിക് കാർ നോക്കിക്കൂടായിരുന്നു ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാനൊരു ഇലക്ട്രിക് കാറിനെ കുറിച്ച് ഒരു സ്റ്റഡി ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഡിസിഷൻ എൻ്റെ മനസ്സിലോട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒത്തിരി നല്ല റിവ്യൂസൊക്കെ ആയിട്ട് ഈ നിസാൻ ലീഫിനെ കുറിച്ച് കേൾക്കാൻ ഇടയായി. അങ്ങനെ ഞാൻ ഷോറൂമിൽ ചെന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. അതുവരേക്കും ഉണ്ടായിരുന്ന എൻ്റെ സങ്കല്പത്തിൽ നിന്നെല്ലാം കൺസെപ്റ്റിൽ നിന്നെല്ലാം ഒത്തിരി വ്യത്യാസമായി. സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയാണ് ഇതിന് നല്ല പുഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കാറ് മറ്റ് ഡീസലും പെട്രോളും പോലെ നല്ല പവർ ഉണ്ടാകുമോ എന്നുള്ള കുറേ ചിന്താഗതി ഇതിലുണ്ടായിരുന്നു. അങ്ങനെ ചെന്നു ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ എൻ്റെ ആ എല്ലാ ചിന്തകളും ഒറ്റയടിക്ക് അങ്ങ് മാറി. വളരെ ആ നിമിഷം തന്നെ ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയി ഈ വണ്ടിയെ കുറിച്ച്. അതിനുശേഷം ഞാൻ വണ്ടി എടുക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിസാൻ ലീഫ് നമുക്കറിയാം 2011 ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഇറങ്ങിയത്. അതിനുശേഷം ഇത് യൂറോപ്പിൽ ഒരു ലീഡിങ് കമ്പനിയായിരുന്നു. വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മോഡലാണ്. ഇലക്ട്രിക് കാറുകളുടെ ഒരു ആരംഭത്തിൽ തന്നെ നിസാൻ ഇങ്ങനെ ഒരു വണ്ടി അവർ അവതരിപ്പിച്ചു. അത് അവരുടെ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. 2018 അവർ വണ്ടി വീണ്ടും അപ്ഗ്രേഡ് ചെയ്തു പറഞ്ഞാൽ ഒരു സെക്കൻഡ് ജനറേഷൻ അവർ ഇറക്കി. അപ്പോൾ തന്നെ അവരുടെ ഡിസൈൻ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കി. പിന്നെ ഓവർ ദ ടൈം ഇവർ ബാറ്ററിയുടെ ഗ്രേഡ് കൂട്ടി കൊണ്ടുവരികയായിരുന്നു. ഇപ്പം നിസാൻ ലീഫിൻ്റെ ഏറ്റവും പുതിയ മോഡലിന് 62 കിലോവാട്ട്സ് വരെ കപ്പാസിറ്റി. എൻ്റേത് 40 കിലോവാട്ട്സ് കപ്പാസിറ്റിയുടെ വണ്ടിയാണ്. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് 3 മോഡൽ അവൈലബിൾ ആണ്. SV പ്രീമിയം ആൻഡ് SV പ്രീമിയം ആൻഡ് SV പ്രീമിയം ആൻഡ് SV ആണ് ടോപ്പ് മോഡലായിട്ട് വരുന്നത്. എൻ്റേതും SVE ആണ്. അതിനകത്ത് ഒത്തിരി ഉള്ള കുറേയധികം ഫീച്ചേഴ്സ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സേഫ്റ്റിയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് വണ്ടിയിൽ ഓടിക്കുമ്പോൾ. പഴയ കാറ് ഓടിച്ച് ഈ ഒരു കാറിലേക്ക് വന്നപ്പം യുഗം മാറിയതിൻ്റെ ചിന്താഗതി ഒരു വ്യത്യാസമായിരുന്നു അതിനകത്ത്. ഫിറ്റ് ആവാൻ സാധിക്കും. നമുക്കൊരു ബോസിന്റെ സ്റ്റീരിയോ ആണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 7 സ്പീക്കറുണ്ട്. അവരുടെ ബേസ് സിസ്റ്റം ആണ് ഈ ബൂട്ടിൽ അവർ വെച്ചിരിക്കുന്നത്. ചാർജർ ഇവിടെ തന്നെയാണ് കണക്ട് ചെയ്ത് ഇവിടെ വെക്കുന്നത്. നമുക്ക് ചാർജിങ് കേബിൾ നീറ്റിൽ വെക്കാനായിട്ട് അവർ 2 സ്പേസ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ചാർജിങ്
കേബിൾ ആൻഡ് കണക്ടർ, ചാർജിങ് കേബിൾ. ഈ പോർഷൻ നമ്മൾ കാറിലോട്ട് കണക്ട് ചെയ്യണം. ഇത് നമ്മുടെ വീട്ടിലുള്ള ചാർജിങ് പ്ലഗിലോട്ട് കണക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ചാർജിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മനോഹരമായിട്ട് അത് മനസ്സിൽ വയ്ക്കാനും എല്ലാം പ്രൊവൈഡ് ചെയ്യും. ക്യാപ്പുണ്ട്, അതിൻ്റെ ക്യാപ്പുണ്ട്. ഇതാണ് 2 കേബിൾ. ഇതിനെ നമ്മൾ പറയുന്നത് ഗ്രാനി കേബിൾ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് നമ്മുടെ സാധാ സോക്കറ്റയിൽ, വീട്ടിൽ നമ്മുടെ സാധാ സോക്കറ്റയിൽ കണക്ട് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 13 മണിക്കൂറിൻ്റെ അടുത്ത് ഇതിന് ചാർജിങ് ടൈം ഉണ്ട്. പിന്നെ ഇത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ചാർജിങ് യൂണിറ്റ് നമുക്ക് ഒരു കമ്പനികൾ വന്ന് പിടിപ്പിച്ചു തരുന്ന ചാർജിങ് യൂണിറ്റ്. അതിന് ഗ്രാൻഡ് കിട്ടും എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, €600 അതിന് നമുക്ക് ഗ്രാൻഡ് കിട്ടും. അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ കേബിളിലാണ്. ഇതിൻ്റെ ഈ കേബിളും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യും. നമുക്ക് കമ്പനിയാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അതോ വണ്ടി? നീസാൻ പ്രൊവൈഡ് ചെയ്യും. അവര് ജസ്റ്റ് ആ യൂണിറ്റ് വന്ന് ഫിറ്റ് ചെയ്ത് തരുന്നുള്ളൂ. ബാക്കിത്തെ എല്ലാം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള ചാർജിങ് പ്ലേസിലെല്ലാം അവിടെ കേബിള് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹോം പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ 2 കേബിള് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ നല്ലൊരു കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അവരെ. ഇതാണ് അവര് നിസാൻ ബ്ലൂ, നല്ലൊരു കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിന്റെ ബോട്ടം സൈഡിലായിട്ട് ബാക്കിലാണെങ്കിൽ നമുക്ക് 2.5 സീറ്റ് എന്ന് പറയാം. 2 ഫുൾ സീറ്റും ഒരു ഹാഫ് സീറ്റുമാണ്. പിന്നെ ലെഗ് റൂം നമുക്ക് ഒരു അത്യാവശ്യം ഒരു 6 അടിയുള്ള ആൾക്കാർ സുഖമായിട്ട് കംഫർട്ടായിട്ട് ബാക്കിൽ ഇരിക്കാം. നല്ല സ്പേസ് ഉണ്ട്. ഏകദേശം അല്ലേ, സാധാരണ വണ്ടിയിലൊക്കെ കയറി കഴിഞ്ഞാൽ പുറകില് മുട്ട് എങ്ങനെയായാലും ഫ്രണ്ടിലത്തെ സീറ്റുമായിട്ട് ഇടിക്കും. ഇത് നല്ല പുറകോട്ടാക്കാം. അതെ, എന്നാലും നമുക്ക് ബാക്കിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ട്. അതെ അതെ അതെ. ഇത് ഇന്റീരിയർ ഫുള്ള് ലെതർ സീറ്റാണ്. ബ്ലൂ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എലഗന്റ് ലുക്കാണ്. പിന്നെ ISOFIX കോമ്പാറ്റബിൾ ആണ് ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇന്റീരിയറിൽ ആഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനം ഹീറ്റഡ് സീറ്റാണ്. അപ്പോൾ നമുക്ക് വിന്ററിലൊക്കെ വരുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് മൊബൈൽ ആപ്പ് വെച്ച് നമുക്ക് കാറിൽ കയറുന്നേക്ക് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ വണ്ടി ഓവറോളും സീറ്റും സ്റ്റിയറിംഗും എല്ലാം നമുക്ക് ഹീറ്റാക്കി ഇടാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് വണ്ടി കയറി കഴിഞ്ഞ് നമുക്ക് സീറ്റ് ഹീറ്റാക്കാനായിട്ട് ഫ്രണ്ടിലും ബട്ടണുണ്ട്. ബാക്കിലത്തെ റിയർ സീറ്റിൻ്റെ സ്വിച്ച് ബാക്കിലാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടി, ഈ മോഡലിന് അവർ ഫ്രണ്ടിലത്തെ സീറ്റ് കൂടാതെ ബാക്കിലത്തെ സീറ്റും, അല്ലെങ്കിൽ പറയാം കംപ്ലീറ്റ് സീറ്റും ഹീറ്റഡ് സീറ്റാണ്. പുറകെ നമുക്ക് നല്ലൊരു കപ്പ് ഹോൾഡർ ഉണ്ട്. ബോട്ടിലൊക്കെ മേടിച്ച് വെക്കാൻ, വാട്ടർ ബോട്ടിലോ അല്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാൻ സൗകര്യം. പിന്നെ ഒരു സ്പീക്കർ ഉണ്ട് അവിടെ. ആംബ്രസ്റ്റിന്റെ ഡിസൈൻ നല്ല മനോഹരമായിട്ടുണ്ട്. അതിന്റെ കൈയുടെ ഒരു ഷേപ്പിൽ ഇവിടെ കൈ വെക്കും. അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ 4 ഇലക്ട്രിക് വിൻഡോയാണ്. ഇപ്പോൾ ബാക്കിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യാം. ലോക്ക് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വയ്ക്കുമ്പോൾ അൺലോക്കും ഇങ്ങോട്ട് ആക്കുമ്പോൾ ലോക്കും. അത് അവിടെ തന്നെ നമുക്ക് അവർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലാണ് ലോക്ക് ചെയ്യുന്നത്. വണ്ടി ടേൺ ഓൺ ചെയ്യാനായിട്ട് നമുക്കറിയാം, നമ്മുടെ മൊബൈലിലൊക്കെ ഉള്ള പോലെ ഒരു ബട്ടൺ ഇവിടെയുണ്ട്. ആ ബട്ടണിൽ നമ്മൾ ബ്രേക്ക് പെഡലിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ വണ്ടി ബട്ടൺ ഞെക്കി കഴിയുമ്പോൾ വണ്ടി ടേൺ ഓൺ ആണ്. ഇതാണ് ഇതിന്റെ ഗിയർ സിസ്റ്റം. ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഗിയർ സിസ്റ്റം ആണ്. ഞാൻ മറ്റു വണ്ടികളിലൊന്നും കാണാത്ത രീതിയിലൊരു എന്താ പറയുന്ന ഒരു ബോൾ പോലെ അല്ലേ, ഒരു ജോയിസ്റ്റിക് പോലെ. വളരെ നല്ലൊരു ഡിസൈനാണ്. അതെ അതെ അതെ. തീർച്ചയായിട്ടും നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റിവേഴ്സും, ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഡ്രൈവും. ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് അല്ലേ. ഓക്കെ 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 ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഡ്രൈവ് പോവാം അല്ലേ. വണ്ടിയിൽ എനിക്ക് തോന്നുന്ന ടയർ മൂവി റോൾ ചെയ്യുന്ന ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ, മറ്റു സൗണ്ടുകളൊന്നുമില്ല. അതെ. അതുപോലെ നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം പെണ്ണുങ്ങൾ, അതായത് കൂടുതലും വീട്ടമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന വണ്ടികൾ, അവർ കൂടുതലും എന്താ പറയുക, കൂടുതൽ വിസിബിലിറ്റി ഉള്ള വണ്ടികളാണ് നോക്കുന്നത്. അപ്പം എനിക്കൊന്നും ഇതിനകത്ത് കൂടുതലും നല്ല വിസിബിലിറ്റി ഉണ്ട് അത്യാവശ്യം. തീർച്ചയായും. എൻ്റെ വൈഫ് വണ്ടി ആദ്യം ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്കൊരു ഡൗട്ടായിരുന്നു ഇവർക്ക് ഇത് കാണാൻ പറ്റുമല്ലോ എന്ന്. പക്ഷേ എൻ്റെ വൈഫ് പറഞ്ഞു നല്ല ക്ലിയർ ആയിട്ട് എല്ലാം കാണാൻ പറ്റും. ഇൻഡിക്കേറ്റർ എല്ലാം നമുക്ക് വരുന്നത് ലെഫ്റ്റ് ഹാൻഡിലാണ്. ഇൻഡിക്കേറ്റർ, ലൈറ്റിൻ്റെ എല്ലാ ഫംഗ്ഷനും വരുന്നത് ലെഫ്റ്റ് ഹാൻഡ്. റൈറ്റ് സൈഡിൽ നമുക്ക് വൈപ്പറും നമുക്ക് ഓട്ടോ സെൻസറാണ്.
ഓക്കെ. ഓട്ടോയിലിട്ടുണ്ടെങ്കിൽ റേഞ്ച് അനുസരിച്ചിട്ട് ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ട് വൈപ്പർ ഓൺ ആകും, സ്പീഡ് കൂടും. അതും നമുക്ക് വളരെ ഹാൻഡിയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ആ ഒരു ഓട്ടോ ഫംഗ്ഷനിൽ ഇട്ടാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട, മഴ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരെ ഹെവി റെയിൻ വരുന്നു, ഒത്തിരി ഇത് പെട്ടെന്ന് ക്ലീൻ ആക്കണം നമ്മൾ. പിന്നെ അതിൻ്റെ സെൻസറുകളും മഴത്തുള്ളി വീണാലേ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഡിപ്പെൻസ്. പിന്നെ നമുക്കറിയാം ഇതൊരു 7 ഇഞ്ച് സ്ക്രീനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് നമ്മുടെ നാവിഗേറ്റർ ഉണ്ട്. അപ്പോൾ നാവിഗേറ്ററിന് അവർ ഒന്ന് 3D, ഒന്ന് നോർമൽ നാവിഗേറ്ററാണ് നമുക്ക് തന്നിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു ലെതറിൽ ഫിനിഷിംഗ് ഉണ്ടെന്നോ അല്ലേ, നല്ല ബ്ലൂ സ്റ്റിച്ചിങ് ഉണ്ട്, നല്ല മനോഹരമായ ഒരു ഫിനിഷിംഗ് ആണ്. ഈ ഇഞ്ച് സ്ക്രീനിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. 7 ഇഞ്ച് സ്ക്രീനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മാപ്പ് എടുക്കാൻ പറ്റും, പിന്നെ ഫോണുണ്ട്, ഹാൻഡ് ഫ്രീ ഫോണാണ്. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ആൻഡ്രോയിഡും ഐഫോണും ഇതും സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? ആൻഡ്രോയിഡ് ഓട്ടോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ വരും. ഇല്ലെങ്കിൽ തന്നെ നമുക്കിപ്പം ബ്ലൂടൂത്ത് വെച്ച് ഫോൺ ഇതിലൂടെ കണക്ട് ആവും. തന്നെ നമുക്ക് നമ്മുടെ ക്യൂബ് ഓപ്ഷൻ എടുക്കാം, ഫോൺ ബുക്ക് വരും, പിന്നെ കോൾസ് ഹിസ്റ്ററി വരും, ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് റീഡ് ചെയ്തോളും. ടെക്സ്റ്റ് മെസ്സേജ് തന്നെ റീഡ് ചെയ്യാം. ഓക്കെ, മീൻസ് ഓട്ടോ റീഡാണ്. ഇതാണ് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ വരുമ്പോൾ. പിന്നെ അടുത്തത് ഇൻഫോ. ഇതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ. പ്രത്യേകിച്ച് നമ്മളൊരു ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് ഇൻഫോയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എനർജി യൂസ് ചെയ്തു, ചാർജിങ് സ്റ്റേഷൻസ് എവിടെയൊക്കെയാണ്, ഇതിൽ കാണിക്കുക എവിടെയൊക്കെ അടുത്ത് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്ന് അല്ലേ. പിന്നെ നമുക്ക് ട്രാഫിക് ഇൻഫർമേഷൻ, നിസാൻ കണക്റ്റിൽ ഞെക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇതിൻ്റെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഏറ്റവും അടുത്തുള്ളത് 3.4 കിലോമീറ്റർ അതിൽ തന്നെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നമുക്ക് ക്വിക്ക് ചാർജിങ് ഓപ്ഷൻ എവിടെയാണുള്ളത്, ഫ്രീ എവിടെയാണുള്ളത്, 24 hours എവിടെയാണുള്ളത്. പിന്നെ നമുക്കറിയാലോ പ്ലഗ് ടൈപ്പുകൾ, ഇപ്പം ടെസ്ല അങ്ങനെ മറ്റ് കമ്പനികളുടെയൊക്കെ പ്ലഗ്, ഈ ഫാസ്റ്റ് ചാർജറിൻ്റെ പ്ലഗും നീസാൻ്റെ പ്ലഗും വ്യത്യാസമുണ്ട്. ചാഡിമോ എന്നാണ് ഇതിൻ്റെ പ്ലഗിൻ്റെ സോക്കറ്റിൻ്റെ പേര്. അപ്പം അത് എവിടെയാണെന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റും. ദെൻ നമ്മൾ മൂവ് ഓൺ ടു പിന്നെ അടുത്തത് നമ്മുടെ മാപ്പ്. നമുക്ക് മാപ്പ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഹോം സെറ്റ് ചെയ്ത് നോക്കാം. അതെ, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, പിന്നെ ഡെസ്റ്റിനേഷൻ നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇതിനോട് കണക്റ്റഡ് ആണ്. നമുക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പിന്റെ അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതുകൂടാതെ 3D മാപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് മാപ്പ് സെറ്റിംഗിൽ വരുന്ന വേറൊരു ഓപ്ഷനാണ്. നമുക്ക് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും മാപ്പ്. ഈ എക്കോ മോഡ് എങ്ങനെ ഇടുന്നെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ആദേശ്? എക്കോ മോഡെന്ന് വേർഡ് മീനിങ് തന്നെ നമുക്കറിയാലോ, ഒരു എക്കണോമിക് മോഡലാണ്. അപ്പോൾ നമ്മളുടെ ബാറ്ററി പവർ കുറെ കൂടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഓപ്ഷനാണത്. അപ്പോൾ നമ്മൾ ഇത് എൻഗേജ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പാനലിൽ അവിടെ എക്കോ ഓൺ ആയി. അതിനുശേഷം നമുക്ക് ഇവിടെ കാണുമ്പോൾ ഇവിടെയും ആ ഒരു എക്കോ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ നമ്മുടെ ആക്സിലറേഷൻ ആ ഒരു റേഞ്ചിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പവർ കൺസപ്ഷൻ കുറെ കൂടെ കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ വണ്ടിയുടെ പവർ കുറയും, പക്ഷേ നമുക്ക് കൂടുതൽ മൈലേജ്, ഇച്ചിരി കൂടി ഒരു പവർ കുറയും. എന്നാലും ഒരു വലിയൊരു കുറവല്ല. എന്നാൽ ഈ എക്കോ മോഡ് ഓഫ് ആയി കഴിഞ്ഞാൽ വണ്ടി നല്ല പവർ കയറി പോവുകയും ചെയ്യും. പിന്നെ ഈ പെഡല് ശരിക്കും ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് ബ്രേക്ക് എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബ്രേക്കിൽ കാല് വെക്കേണ്ട അത്യാവശ്യം വരുന്നില്ല. നമ്മളൊരു ആക്സിലറേഷനിൽ നിന്ന് കാല് പയ്യെ റിമൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വണ്ടി സ്ലോട്ട് നമുക്ക് ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് സിഗ്നലിലൊക്കെ പോകുമ്പോൾ ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന ആക്സിലറേഷനിൽ നിന്ന് കാലെടുക്കുന്നതനുസരിച്ചിട്ട് വണ്ടി സ്ലോ ആവുകയും സിഗ്നലിൽ നമുക്ക് വേറെ പാർക്കിംഗ് ബ്രേക്കോ അല്ലെങ്കിൽ ബ്രേക്ക് പെഡല് പ്രസ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് നിന്നോളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഈ കാറ് ഹീറ്റഡ് സീറ്റാണ്. അപ്പോൾ ഫ്രണ്ടിൽ 2 സീറ്റിൻ്റെ ഹീറ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഇതാണ്. ഇത് ഹൈയിലേക്ക് ഇടാം, അല്ലെങ്കിൽ ലോ ഹീറ്റിംഗ് ഇടാം. ബാക്കിലെ സ്വിച്ച് ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ. അത് വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ നമുക്ക് നല്ല ഫീൽ ചെയ്യും
ഹീറ്റ് ആവുന്നത്. അതുപോലെ ഇവിടെ ഒരു ലൈറ്റർ സോക്കറ്റ് ഉണ്ട്. USB കേബിൾ കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോക്കറ്റ്. ഇവിടെ നല്ലൊരു സ്പേസ്, സ്റ്റോറേജ് സ്പേസും ഉണ്ട്. നമ്മുടെ മൊബൈലൊക്കെ വെക്കുന്നതിനുള്ള ഫിറ്റ് ചെയ്ത് ഇരിക്കാൻ രീതിയിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒപ്പം തന്നെ ഓക്കെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ ഒരു ബുക്കോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ നല്ലൊരു സ്റ്റോറേജ് ഉണ്ട്. അകത്തോട്ട് നല്ല വിശാലമായ ഒരു സ്പേസ് ഉണ്ട്. അകത്ത് നമുക്ക് ഇവിടെ 2 കപ്പ് ഹോൾഡർ, പിന്നെ ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മുടെ പേഴ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് അവിടെ നല്ലൊരു കപ്പ് ഹോൾഡർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റോബിനൊരു ഹീറ്റഡ് സീറ്റിൻ്റെ ഒരു ഹീറ്റായി. പിന്നെ ഇത് ഹാൻഡ് ബ്രേക്ക്. ഓക്കെ. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമുക്കിപ്പം സ്റ്റിയറിംഗിൽ തന്നെ എല്ലാ ബട്ടണും അവൈലബിൾ ആണ്. ഇത് ഓഡിയോ സിസ്റ്റത്തിൻ്റെയാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ മെനു ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ കുറേ ഡ്രൈവിംഗ് അസിസ്റ്റൻറ്റ് മോഡുകളുടെ കുറേ സ്ക്രീനിൽ ഇവിടെ നിന്നാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ ചാർജ് സെറ്റ് ചെയ്തിടാനായിട്ടുള്ളത്, ചാർജിങ് ടൈം സെറ്റ് ചെയ്തിടാനായിട്ടുള്ളത്. ഇവിടെ ബാറ്ററി എത്രമാത്രം ചാർജ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം. ബാറ്ററി എത്രമാത്രം ചാർജ് ആയിട്ടുണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 85% ആണ് ഇപ്പം ചാർജ് നിൽക്കുന്നത്. ഇത് 208 കിലോമീറ്റർ ഓടാനുള്ള പവറുണ്ട് നിലവിൽ. ഇത് റോഡിൻ്റെ സ്പീഡ് നമുക്കിവിടെ കാണാൻ പറ്റും. നോർമൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ക്ലോക്ക് എല്ലാം നമുക്കിപ്പം അറിയാവുന്നതാണ്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത്. ഇവിടെയാണ് ഇൻഡിക്കേറ്റർ എല്ലാം വരുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക് കയറി കഴിയുമ്പോൾ ഒത്തിരി നമ്മളുടെ സേഫ്റ്റി ഫീച്ചറാണ് ഈ ഡ്രൈവിംഗ് അസിസ്റ്റൻസ് ആ ഒരു പ്രോഗ്രാമിലേക്ക് കയറി വരുന്നത്. സ്റ്റിയറിംഗ് അസിസ്റ്റൻസ്, പിന്നെ ലൈൻ ഡിപ്പാർച്ചറിന് ബ്ലൈൻഡ് സ്പോട്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിററിൽ തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ആക്ച്വലി ഈ വണ്ടിയിൽ ഇരുന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് മിറർ നോക്കുമ്പോൾ തന്നെ അറിയാം, അവിടെ ഒരു കാറിൻ്റെ ഒരു സിമ്പിൾ അവിടെ വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ലൈറ്റും വരും. നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ഏതെങ്കിലും വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ലൈറ്റ് വരും. ഒപ്പം തന്നെ ഇവിടെയും നമുക്ക് ആ ലൈറ്റ് അവൈലബിൾ ആണ്. പിന്നെ എമർജൻസി ബ്രേക്ക് ഫംഗ്ഷൻ, പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് സൈൻ റെക്കഗ്നേഷൻ ഉണ്ട്, പാർക്കിംഗ് എയ്ഡ്, പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ അലർട്ട് എല്ലാം ഇത്. പിന്നെ ചേസിസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ വളവൊക്കെ എടുക്കുമ്പോൾ നമ്മളുടെ വണ്ടിക്കകത്ത് വലിയൊരു ഒലച്ചിലില്ല, ഒരു നല്ലൊരു സ്മൂത്തായിട്ട് തന്നെ വണ്ടിക്ക് അകത്തിരിക്കുന്നവർക്ക് അത്ര വലിയൊരു ഒലച്ചിലില്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യുന്ന ഒരു ഓപ്ഷനാണത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പെഡൽ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് റൂഫ് ലൈറ്റിൻ്റെ സ്വിച്ചുകൾ. ട്രഡീഷണലി ഉള്ള പോലെ തന്നെ ഈ വണ്ടിക്കും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിയർ വ്യൂ മിററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മാനുവൽ ഡിമ്മിങ് ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് ഏതെങ്കിലും വണ്ടി ഓട്ടോമാറ്റിക്കലി ഒരു ഡാർക്ക് കളറിലാവും. നമ്മുടെ കണ്ണിന് അത് അത്രയും സ്ട്രെയിൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വണ്ടിയുടെ അടുത്തൊരു ഫീച്ചറാണ് പ്രോ പൈലറ്റിങ്. നമുക്കറിയാം, നമുക്കെല്ലാം പരിചിതമാണ് ക്രൂയിസ് കൺട്രോൾ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ പറയുന്ന ഇൻ്റലിജൻസ് ക്രൂയിസ് കൺട്രോൾ അല്ലെങ്കിൽ പ്രോ പൈലറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ടെസ്ലയെല്ലാം ഓടിക്കുന്ന പോലെ നമുക്ക് ഹാൻഡ്സ് ഫ്രീ അല്ല, ബട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞാൽ വണ്ടി തന്നെ, എസ്പെഷ്യലി നമ്മൾ മോട്ടോർ വേയിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ സുഖകരമായ ഒരു ഡ്രൈവിങ്ങിൽ നമുക്ക് അസിസ്റ്റ് ചെയ്യുന്നതാണ്. 360 ഡിഗ്രി ക്യാമറയും റിവേഴ്സ് ക്യാമറയും ഉണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം നന്ദി. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.